എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണമാണ്. 2026 എന്ന വർഷത്തെ ഈ ഓണത്തിന് ഒരു പൊളി എന്നുവെച്ചാൽ അല്ല, നല്ലൊരു ആൽബം, നിങ്ങൾക്ക് കേൾക്കാൻ നല്ല രസമുള്ള ഒരു ആൽബം ഈ വർഷം ഓണത്തിന് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിടാം സ്റ്റാർ സിംഗർ 10, ഐഡിയ സ്റ്റാർ സിംഗർ 10, കെ ചിത്ര, സിത്താര, ബിജു പ്രതാപ്പൊക്കെയുള്ള ഇവർക്കുള്ള ജഡ്ജ്മെൻറ്റുള്ള ഒരു റിയാലിറ്റി ഷോ ആണ്. പണ്ട് നടന്നൊരു റിയാലിറ്റി ഷോ ആയിരുന്നു സ്റ്റാർ സിംഗർ. സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കുന്ന ഒരു നല്ലൊരു ഗായകനാണ്. നമ്മുടെ പുത്തൂർ സ്വദേശിയാണ്, തൃശ്ശൂർ. ദിൽരാജ് ഗോപി എന്നാണ് ചേട്ടൻ്റെ പേര്. നന്നായി പാടുന്നുണ്ട്. ഒറ്റ ടൈക്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. ആണെങ്കിൽ ഒരു 2 വരി പാടാം. മഴയിൽ ആണ് ആ പാട്ടിൻ്റെ പേര്. മഴമൊഴി എന്നാണ് ഈ ആൽബത്തിൻ്റെ പേര്. ഇത് വാസന്തിയിലാണ് ചെയ്തത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആൽബം ചെയ്തത്. എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. നല്ല സെലിബ്രിറ്റീസുകൾ, പ്രൊഡ്യൂസേഴ്സ് അവരൊക്കെ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഇതിന് മുന്നേ ഒരു ഓണപ്പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ നമുക്കൊരു ആകാശം എന്ന സിനിമയിലെ പ്രദീപ് മുല്ലനേഴി മാഷിന്റെ മകനാണ്. പ്രദീപ് മുല്ലനേഴി എന്ന സംവിധായകൻ്റെ ഒരു പടത്തിലെ ശ്രീലക്ഷ്മി കേങ്ങിൽ ഒരു ഗായിക പാടിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയായിരുന്നു എൻ്റെ ഓണപ്പാട്ടിന് പാടിയത്, ആവണിക്കതിൽ. അതൊരു പരിപാടിയാണ്. ഓണപ്പാട്ടിനോർമ്മയായി എടുത്തു പറയേണ്ട വേറെ കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞൊരു ആൽബത്തിൻ്റെ രചന ചെയ്തിട്ടുള്ളത് പ്രതീഷ് മൺട്രൂ മാഷാണ്. പ്രതീഷ് കുഞ്ചു എന്നാണ് ആ പേര്. ഓണപ്പാട്ടിനെ രചന ചെയ്തിട്ടുള്ളത് സന്താനം എന്നാണ് പേര്. ശിവരാജേട്ടനാണ് ശരിക്കുള്ള പേര്. ആര്യമ്പാടം ഭാഗത്താണ് വീടാണുള്ളത്. ഓണപ്പാട്ടിന് ഓർമ്മയായി ചെയ്തിട്ടുള്ളത് രാഗം ശങ്കരാഭരണം, പിന്നെ ചാരുകേശിയാണ്. ഞാൻ അടുത്ത് പറയേണ്ട കാര്യമുണ്ട്. മഴമൊഴി പ്രകാശനം ചെയ്തത് BK ഹരിനാരായണൻ, പിന്നെ ബിജു സാറാണ്, ബിജു ബാലകൃഷ്ണൻ സാറ് കാവിശിക എന്ന ഗ്രൂപ്പിലെ ഒരാളാണ്. നന്നായി പാടും ചെയ്യും. നല്ലൊരു കഴിവുള്ള ഒരാളാണ്. നെയ്യാറ്റിൻകരയിലാണ് വീട്. പിന്നെ BK ഹരിനാരായണൻ നല്ല പാട്ടുകൾ, ജീവാംശമായി ഇങ്ങനെ കുറേ പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ആൽബങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും, എല്ലാ സിംഗേഴ്സും, എല്ലാ ഗായകരും, എല്ലാ ആക്ടേഴ്സും, സിംഗേഴ്സിനെയാണ് ഗായകർ, എല്ലാ ആക്ടേഴ്സും കാണുമെന്ന് ഞാൻ ഏറെ പ്രതീക്ഷിക്കുന്നു. ഈ ഓണത്തിന് ഞാനൊരു പാട്ട് പാടാണ്. അത് പാടാണ്ടിരിക്കാൻ പറ്റില്ല. അത് ജേക്കബിൻ്റെ സ്വകരാജ് എന്ന സിനിമയിലെ ഷാനിക്ക ചെയ്തത്, മനമഞ്ചിത്ത് എന്ന രചന ചെയ്ത തിരുവാവണി രാവ് എന്നൊരു സോങ്ങാണ്. അത് അതിൻ്റെ ആ പൂവേ ചെയ്തിട്ട് എഴുതിയതാണ്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ
മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാൻ്റെ തിരുവാവണിരാവ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.